ഏലം എന്ന് പറയുന്നത് ഒരു കയറ്റുമതി ഉൽപ്പന്നമാണ്. ഇന്ത്യയിൽ ഒത്തിരി ഡൊമസ്റ്റിക് കൺസംഷൻ എന്നിരുന്നാൽ പോലും ഏലം അധികവും മിഡിൽ ഈസ്റ്റിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു വിടുന്ന ഒരു കാർഷിക ഉൽപ്പന്നമാണ്. അപ്പോൾ ഏലക്കായിൽ കൂടുതൽ പെസ്റ്റിസൈഡിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത ഈ സമീപകാലത്തായിട്ട് അവിടെ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് MRL എന്ന് പറയും, മിനിമം റെസിഡ്യൂവൽ ലെവൽ. അതാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം. എന്തുമാത്രം കീടനാശിനിയുടെ ലോഡ് ഇതിനകത്തുണ്ട്. അത് അനുവദനീയമായ അളവിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തായാലും അത് ഉപഭോക്താവിനത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. അത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള ഭരണകൂടങ്ങളൊക്കെ ഇപ്പോൾ അതേക്കുറിച്ച് ബോധവാന്മാരാണ്. അവർ ഇത് കണ്ടെത്തിയിട്ട് പല ലോട്ടുകളും റിജക്റ്റ് ചെയ്ത് തിരിച്ചടിച്ചിട്ടുണ്ട്. തിരിച്ചടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ വില ശരിക്കും താഴോട്ട് പോയി. അപ്പോൾ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് ഈ കീടനാശിനിയുടെ അളവ് കാർഷിക ഉൽപ്പന്നത്തിൽ ഏറ്റവും കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇതിനെയും ഒരിക്കലും ഇത് കയറ്റുമതി ചെയ്യാൻ പറ്റാത്തൊരു ഉൽപ്പന്നമായിട്ട് മാറും. ഇന്ത്യ മൊത്തം എടുത്താൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായെല്ലാം ഇവിടെ ഉപയോഗിച്ച് തീരുകയില്ല. നമുക്ക് സിംഹഭാഗവും കയറ്റുമതി ചെയ്യാൻ. അതിന് ബദലായിട്ടൊരു നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കാനുള്ളത് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, അതായത് സുരക്ഷിതമായ കാർഷിക സമ്പ്രദായം. അത് വന്നു കഴിഞ്ഞാൽ ഈ റെഡ് ലേബൽ, യെല്ലോ ലേബൽ ഇങ്ങനെയുള്ള മാരകമായ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യാതെ കൃത്യതയോടുകൂടിയും സേഫായിട്ടുള്ള കീടനാശിനികളും അതല്ലെങ്കിൽ അതിൻ്റെ ബയോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉപയോഗിച്ച് കീടങ്ങളെ നിയന്ത്രിക്കാൻ കൃഷിക്കാർ ഉത്സുകരാകണം. എങ്കിൽ മാത്രമേ നമുക്ക് MRL ലെവലിൽ ഇത് കുറച്ചുകൊണ്ട് വന്ന് ഇതൊരു ഭക്ഷ്യ ഉൽപ്പന്നമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കെ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇതുവരെയും പുറത്തേക്കുള്ള ഏലക്കായുടെ കയറ്റുമതി അവർ പറയുന്നത് ഇതൊരു പോയിസൺ പിൽസ് ആണെന്നാണ് ഏലക്ക എന്ന് പറയുന്നത്. കാര്യം അതിനകത്ത് ഈ കെമിക്കൽ പെസ്റ്റിസൈഡിൻ്റെ അളവ് കൂടുതലാണ്. ഇപ്പം വേറൊരു കുഴപ്പം കൂടെ ഉണ്ടെന്ന്. ഇപ്പോൾ എല്ലാവരും ഈ 20-ആം പൊക്കം 25-ആം പൊക്കം പെസ്റ്റിസൈഡ് അടിക്കാന്ന് പറഞ്ഞാൽ കായ എടുക്കുന്നതിന് 15 ദിവസം മുമ്പേ ചെയ്യണമെന്നാണ്. ഇപ്പം കായ എടുക്കുന്നവരോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അടിക്കും. നമുക്കിവിടെ അറിയാം, നമുക്ക് സ്റ്റോറിൽ വരുമ്പം കായ കഴുകുമ്പം തന്നെ നല്ല സ്മെല്ല. കാരണം അതാണ് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു കാര്യം. പെസ്റ്റിസൈഡ് വിഘടിച്ച് പോകാൻ ഒരു സമയം വേണം. അതിന് പ്രീ ഹാർവസ്റ്റ് ഇൻ്റർവൽ എന്നൊക്കെ പറയും. അതിനൊരു സമയപരിധിയുണ്ട്. അതിനുള്ളിൽ ഈ അടിക്കുന്ന പെസ്റ്റിസൈഡ് വിഘടിച്ച് പോകണം. അതിന് പ്രകൃതിക്ക് അതിൻ്റെതായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. ആ ഒരു സമയം നമ്മൾ അനുവദിക്കണം. പക്ഷേ ഇതിവിടെ കായ എടുത്തുകൊണ്ട് പോകുമ്പോൾ പുറകെ പെസ്റ്റിസൈഡ് അടിച്ചു പോകുമ്പോഴത്തേക്ക് ഇത് മുഴുവനും നമ്മുടെ കായിൽ ഉണ്ടാകും. അത് സിസ്റ്റമിക്കായിട്ടും ഉണ്ട്, കോണ്ടാക്റ്റായിട്ടും ഉണ്ട്. സിസ്റ്റമിക് പെസ്റ്റിസൈഡ് അടിക്കുന്നെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കഴുകിയാലോ ഉണങ്ങിയാലോ ഒന്നും അതിൻ്റെ അംശം അതിൽ നിന്ന് പോകുന്നില്ല. റൂട്ടിൽ നിന്ന് തന്നെ അത് ആഗിരണം ചെയ്ത് കൊടുത്ത് ചെടിയിൽ വന്ന് അതിൻ്റെ കായയിലോട്ട് വരിക. അപ്പോൾ അത് അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അത് സത്യത്തിൽ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഈ അമിതമായ വളപ്രയോഗവും അമിതമായ കീടനാശിനി പ്രയോഗവും, അതായത് ഈ കീടനാശിനി വിൽക്കാനിരിക്കുന്ന കടകളിൽ പോയി കൃഷിക്കാരനായി ഇപ്പം നമുക്ക് അവരോട് ചോദിക്കും ഇപ്പം എന്നാ മരുന്നടിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അവരൊരു സാധനം എടുത്ത് കൊടുക്കും, അതടിക്കും. അതൊക്കെ വാസ്തവത്തിൽ വളരെയേറെ ദോഷം ചെയ്തു മണ്ണിൻ്റെ ഘടനയ്ക്ക് പോലും മാറ്റം വരുത്തി. ഇനിയിപ്പോൾ അത് ആ ഒരു ലൈനിൽ ആ ട്രാക്കിൽ നിന്ന് മാറി ഓർഗാനിക് എന്നുള്ള നിലയിൽ ജൈവ കൃഷിയിലേക്ക് നമ്മൾ വരണം. മണ്ണിനെ സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ കൃഷിയെ സംരക്ഷിക്കണം. ആ രീതിയിൽ വന്നെങ്കിലേ നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ. കാരണം ലോകമൊട്ടാകെ വാസ്തവത്തിൽ ഇപ്പം ജൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ അവഗണിക്കപ്പെടും. കൃഷിക്കാർ പ്രത്യേകിച്ച് ഏല കൃഷിക്ക് പ്രാമുഖ്യമുള്ളൊരു ഏരിയയാണിത്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകൾ. അപ്പം ശരിക്കും കൃഷി പ്രതിസന്ധിയിലായ കർഷകരാണ് ഇവിടെ വരുന്നത്. കാര്യം
രീതിയിൽ വർഷങ്ങളെടുത്ത് ആ രാസവള പ്രയോഗവും രാസകീടനാശിനികളും മണ്ണിൽ പ്രയോഗിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ട് ഇനി മുമ്പോട്ട് ഒരു തുറവി ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇവിടെ എന്നെ അന്വേഷിച്ച് ഇവിടെ കൃഷിക്കാരെത്തുന്നത്. അവർക്ക് ഈ മണ്ണിൻ്റെ സവിശേഷമായ ഒരു ഗുണങ്ങളുണ്ട്. ജീവനുള്ള മണ്ണ്, അത് കൈമോശം വന്നതാണ് കാർഷിക മേഖല ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മണ്ണ് ജീവനുള്ളതായിരിക്കണം. മണ്ണിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ അസംഖ്യം സൂക്ഷ്മാണുക്കളുണ്ട്. അവയെ അവിടുന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന രാസവളങ്ങളൊന്നും ചെടിക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ രീതിയിൽ മണ്ണിലേക്ക് നമ്മൾ പിന്നെയും പ്രയോഗിക്കുക. അതാണ് ഈ ലാബ് മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. ഏലം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പം പലതരം പെസ്റ്റുകൾ, പലതരം കീടങ്ങളിൽ പലതരം രോഗങ്ങൾ അവർക്ക് ബാധിക്കാറുണ്ട്. അപ്പം അതിനെതിരെ, ഈ രോഗങ്ങൾക്കെതിരെ ബയോ കൺട്രോൾ ഏജൻസിനെ നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ബയോ കൺട്രോൾ ഏജൻസ് എന്ന് പറയുമ്പം അത് ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ നിൽക്കുന്നതൊരു ബാക്ടീരിയൽ ഗ്രോത്ത് റൂമാണ്. അപ്പം ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കുവാണെങ്കിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഇല്ലേ, വെള്ളായണി, മണ്ണൂത്തി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് നമുക്കിതിൻ്റെ മദർ കൾച്ചർ എന്ന് പറയും. മീൻസ് ആദ്യമായിട്ട് ഈ ലാബിലേക്ക് ഇപ്പോൾ ബാക്ടീരിയയുടെ കേസിലാണെങ്കിലും ഒരു ബാക്ടീരിയൽ സ്യൂഡോമോണസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അതിൻ്റെ ഒരു സ്ലാൻഡ് എന്ന് പറയും. ഒരു ടെസ്റ്റ് ട്യൂബിനെ പറയുന്ന ഒരു പേരാണ് സ്ലാൻഡ്. ഒരു ഗ്രോത്തോടെ ഉള്ള ഒരു ടെസ്റ്റ് ട്യൂബ്. ആ ഒരു സ്ലാൻഡിനെ ഞങ്ങൾക്ക് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് കിട്ടുന്നു. എന്നിട്ട് അതിനെ ഞങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഞങ്ങൾ പിന്നെ സബ് കൾച്ചറിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് അടുത്ത ടെസ്റ്റ് ട്യൂബ്, അങ്ങനെ അതൊരു സീരീസ് ഓഫ് പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് വഴി നമ്മളിങ്ങനെ സബ് കൾച്ചർ ചെയ്ത് അതിനെ അവസാനം മാസ് പ്രൊഡക്ഷൻ നടത്തുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഏക്കർ കണക്കിനാണ് ഏലം ഉള്ളത്. ഇപ്പം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു പോട്ടിൽ വളർത്തുന്ന പോലെയല്ല, ഇവിടെ ഏക്കർ കണക്കിന്. അപ്പം അവർക്ക് ലിറ്റർ കണക്കിന് അവർക്ക് വേണ്ടത്. അപ്പം ഇങ്ങനെ സബ് കൾച്ചർ ചെയ്ത ഒരു ഓർഗാനിസത്തിന് ഞങ്ങൾ മീൻസ് ഇതൊരു 10 ലിറ്റർ ജാറാണ്, ഇതിലേക്ക് ഞങ്ങളാക്കിയിട്ട് അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നു. മീൻസ് ഇതൊരു ഫുൾ ഗ്രോത്ത് ആവാനായിട്ട് ഒരു ഓൾമോസ്റ്റ് 24 to 48 hours എടുക്കും, ഒരു 2 ദിവസം. ഈ 2 ദിവസത്തിനുള്ളിൽ ഒരു ന്യൂട്രിയൻ മീഡിയം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ ഈ ഓർഗാനിസം വളരുക. എന്നിട്ട് ഇതിൻ്റെ ഫുൾ ഗ്രോത്ത് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ എന്നിട്ട് ഫാമറിന് കൊടുക്കുന്നു. എന്നിട്ട് അവരത് ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പം ഇപ്പം എന്താണ് അവരുടെ ഇഷ്യൂ, മീൻസ് അവരുടെ പ്രശ്നം എന്താണെന്ന് അവർ ആദ്യം വന്ന് പറയും. എന്താ അവരുടെ ദ്രുതവാട്ടമാണോ, ഇപ്പം വേരഴുക്കലാണോ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അവർ പറയും. അപ്പം അവരുടെ പ്രശ്നത്തിനനുസരിച്ച് ഏത് ഓർഗാനിസമാണോ കൊടുക്കേണ്ടത് അത് ഞങ്ങൾ കൊടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ വരുന്നത്? അല്ലെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന ഈ ഡിസീസിനെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ, അതെങ്ങനെ, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? നമുക്ക് തന്നെ രോഗം വരുത്തുന്നത് ബാക്ടീരിയാസ്, വൈറസ്, അങ്ങനെ ഫംഗസും ഉണ്ട്. അതുപോലെ പലതരം ഓർഗാനിസംസ് നമ്മളിൽ രോഗം വരുത്താറുണ്ട്. അപ്പം മണ്ണെന്ന് പറയുമ്പോൾ അറിയില്ല, അതൊരു കോംപ്ലക്സ് ഡൈവേഴ്സിറ്റിയാണ്. അവിടെ പലതരം ബാക്ടീരിയ ആണെങ്കിലും ഫംഗസ് ആണെങ്കിലും അതുപോലെ ഇൻസെക്ട്സ് ആണെങ്കിലും പലതരം അണുക്കളുണ്ട്. അപ്പം ഇപ്പം സ്യൂഡോമോണസ് ആണെന്ന് പറയുകയാണെങ്കിൽ അത് ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്ത് പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ എന്ന് വെച്ചാൽ അറിയാലോ, ചെടിക്ക് രോഗം വരുത്തുന്ന ബാക്ടീരിയാസ്, ഫംഗസിന് അതിൻ്റെ ഗ്രോത്തിനെ തടയുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇൻസെക്ട്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഡിസീസ് പോലെ തന്നെ ഈ ഫംഗസ് അല്ല ബാക്ടീരിയ ഇപ്പം ഒരു പുഴുവിൻ്റെ കേസിലാണെങ്കിൽ പുഴുവിൽ രോഗം ബാധിപ്പിക്കുന്നു. പുഴു എന്നിട്ട് അവസാനം പാരലൈസ്ഡ് ആവുന്നു, അങ്ങനെ പുഴു ചാകുന്നു. അതിപ്പം ഒരു അഡൽട്ട് സ്റ്റേജ് അങ്ങനെയൊന്നുമല്ല. ഏതൊരു ഓർഗാനിസത്തിനും ഒരു ലൈഫ് സൈക്കിളുണ്ട്. അപ്പോൾ ആ ലൈഫ് സൈക്കിളിലെ ഒരു ലാർവൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്റ്റേജിൽ മാത്രമേ നമുക്കിത് സാധിക്കത്തുള്ളൂ. പിന്നെ ചില കേസിൽ ഇത് ആ ഒരു ജീവിയുടെ അഡൽട്ടിനെ ഇത് ബാധിക്കാറുണ്ട്. അഡൽട്ട് ഇങ്ങനെ ചത്തുപോകുന്നത് കാണാറുണ്ട്.
ഇതാണ് നമ്മുടെ ബാക്ടീരിയ ഗ്രോത്ത് റൂം. ഇതിൽ നമ്മൾ ബാക്ടീരിയനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കൾച്ചർ ഇനോക്കുലേറ്റ് ചെയ്ത് കൾച്ചർ ചെയ്ത് നമ്മൾ വെച്ചേക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും NPK ബാക്ടീരിയ ഉണ്ട്, അതുപോലെ തന്നെ സിങ്ക് സൊലുബിലൈസിങ് ബാക്ടീരിയ, സിലിക്ക സൊലുബിലൈസിങ് ബാക്ടീരിയ, അങ്ങനെ ബയോ ഫെർട്ടിലൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയസാണ് മെയിനായിട്ടുള്ളത്. ഇപ്പം നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഉണ്ട്. അപ്പം അതിനെല്ലാം നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിത് ഓരോന്നിനെ സെക്ഷൻ തിരിച്ച് നമ്മൾ ഓരോ ഡെപ്പയിലാക്കിയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ കാരണം ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കണ്ടാമിനേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോന്നിനും ഓരോ ബോക്സിലാക്കി സീൽ ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ സ്യൂഡോമോണാസിൻ്റെയാണ്, അതിൻ്റെ സ്ട്രീക്ക് ചെയ്ത പ്ലേറ്റാണ്. അത് ആ ബാക്ടീരിയ വളർന്നേക്കുന്നതാണ് കാണുന്നത്. മീൻസ് ഓരോ ലൈൻ. അതെ, ഇപ്പോൾ ഓരോ ലൈൻ കണ്ടില്ലേ, ഈ ഒരു പ്രോസസ്സിനെ ഞങ്ങൾ സ്ട്രീക്കിംഗ് എന്ന് വിളിക്കും. സ്ട്രീക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഓരോ ലൈൻസും ഞങ്ങളിങ്ങനെ വരച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു ഇനോക്കുലേഷൻ ലൂപ്പ് എന്നൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ആ എക്യുപ്മെൻറ്റിൻ്റെ പേരാണ് ഇനോക്കുലേഷൻ ലൂപ്പ്. അത് വെച്ച് അതിനെ ഞങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അത് ഞങ്ങൾ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യും. അപ്പം ഇതൊരു 24 hours കഴിയുമ്പോഴത്തേനും ഇപ്പം സ്ട്രീക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണത്തില്ല. ഇതൊരു ന്യൂട്രിയൻ മീഡിയ ഈ കാണുന്നത്. അപ്പോൾ ഈ മീഡിയത്തിലേക്ക് ഞങ്ങൾ ഈ ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്യുമെന്ന് പറയും ഈ ഒരു പ്രോസസ്സിന്. ഇതിപ്പോൾ ഇതൊരു മദർ കൾച്ചറാണ്. ഇതിപ്പം സ്യൂഡോമോണസ്. ഇപ്പോൾ സ്യൂഡോമോണസിൻ്റെ മദർ കൾച്ചറിൽ നിന്ന് ഞങ്ങൾ ആ ലൂപ്പ് വെച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞങ്ങൾ സ്ട്രീക്ക് ചെയ്യും. അപ്പോൾ ഇത് 24 hours കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ പ്ലേറ്റിൽ നിന്നാണ് ഞങ്ങൾ എന്നിട്ട് അടുത്തത് ബ്രോത്ത് എന്ന് പറയും. മീൻസ് ലിക്വിഡ് മീഡിയം. ലിക്വിഡ് മീഡിയത്തിലേക്ക് ഇതിനെ പിന്നെയും ഇനോക്കുലേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഫംഗസ് ഗ്രോത്ത് റൂമാണ്. നമ്മൾ ഓരോന്ന് ഫംഗസിനെ ഇനോക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ഗ്രോത്ത് സ്റ്റേജ് ആയിരിക്കുന്നതാണ് പെട്രി പ്ലേറ്റിലെ. അത് അതിൻ്റെ മീഡിയയിൽ. ഇതെന്ന് പറയുമ്പോൾ ട്രൈക്കോഡർമ സ്പീഷീസാണ്. ട്രൈക്കോഡർമയുടെ 2 സ്പീഷീസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് ട്രൈക്കോഡർമ വിരിഡിയും ടർക്കോഡർമിയ ഹാർസിയാനവുമാണ് കൊടുക്കുന്നത്. ഇത് വിരിഡിയുടെയും ഇത് ഹാർസിയാനത്തിൻ്റെയുമാണ്. പിന്നെ ഇത് പാസ്ലോമൈസിസ്, വെർട്ടിസീലിയം, വിവേറിയ, മെറ്റാറൈസിയം. അങ്ങനെ കൾച്ചർ പ്ലേറ്റിൽ ഗ്രോത്ത് ആയതിനെ ഞങ്ങൾ പിന്നെ ബ്രോത്ത് എന്ന് പറയും. ഈ ഒരു ലിക്വിഡ് മീഡിയത്തിന് പറയുന്ന ബ്രോത്ത് എന്ന്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ഇനോക്കുലേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇനോക്കുലേഷൻ. ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള പ്ലേറ്റിൽ നിന്ന് ഇതിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യും. ഇതൊരു കംപ്ലീറ്റ്ലി ഇതിലൊരു ഗ്രോത്ത് വരാൻ എത്ര ടൈം എടുക്കും? ഇതിൽ ഒരു ഗ്രോത്ത് വരാനായിട്ട് സെയിം ഒരു 1.5 week എന്ന് പറയാം. ഓക്കെ, ഇതിലെ ഗ്രോത്ത് എങ്ങനെ മനസ്സിലാവും? ഇതിപ്പം ഈ ഒരു മീഡിയയിൽ ഇനോക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ജസ്റ്റ് ഒരു ഇങ്ങനൊരു പാട പോലെ ഒന്നും ഉണ്ടാവത്തില്ല. ഇതിൽ ജസ്റ്റ് ഒരു ഇങ്ങനെ വെള്ളം ഈ ഒരു മീഡിയ ഒഴിച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കത്തുള്ളൂ. അതൊരു 3-ാം ദിവസം ആകുമ്പോഴത്തേനും ഇതിൻ്റെ മേളിൽ കൂടെ പയ്യെ ഒരു വെള്ള കളർ ഇങ്ങനെ സബ്സ്റ്റൻസ് ഇങ്ങനെ വളരാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് എന്ന് പറയും. ആ വെള്ള കളർ ഇങ്ങനെ എന്നിട്ട് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് അതിങ്ങനെ പച്ച കളറിലേക്ക് ആവുന്നത്. ഇത് ട്രൈക്കോഡർമ വിരിഡിയാണ്. അതിൻ്റെ മീഡിയത്തിൽ വളർന്നിരിക്കുന്ന സ്റ്റേജാണ് ഈ കാണുന്നത്. ഇത് കുമിൾനാശിനിയാണ്. ഇത് നമ്മുടെ മണ്ണിൽ പലതരത്തിലുള്ള പാത്തോജൻസ് ഉണ്ട്. അതായത് രോഗം വരുത്തുന്ന പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന രോഗാണുക്കളുണ്ട്. അപ്പോൾ അവയ്ക്കെതിരെയാണ് നമ്മൾ ഈ ട്രൈക്കോഡർമിനെ കൊടുക്കുന്നത്. അപ്പോൾ അതായത് മെയിനായിട്ടും ഫൈറ്റോത്തോറ, പിത്തിയം, റൈസോട്ടോണിയ എന്ന് പറയുന്നൊക്കെ ആയിട്ടുള്ള രോഗാണുക്കളുണ്ട്. ഇത് പ്ലാന്റ്സിനെ നശിപ്പിക്കും. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ ഈ ട്രൈക്കോഡർമ വിരിഡിയും ട്രൈക്കോഡർമ ആർസിയാനും നമ്മൾ ഇങ്ങനെ ഒരു മീഡിയ ആക്കി കൊടുക്കുന്നത്. ഇതിൽ കൊടുക്കുന്ന റിയാക്ഷൻ എന്താ? ഇത് എങ്ങനെയാണ് അതിലൊരു അത് പ്രവർത്തിക്കുന്നത്? ആ ഒരു സാധനം മണ്ണിലൊരു കോമ്പറ്റീഷൻ എന്ന് പറയും. ഒരു കോമ്പറ്റീഷൻ നടക്കുക. മീൻസ് കയ്യോ കൊള്ളാൻ വളരും. ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പം ഈ ഫിസേറിയോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഇൻവേഡ് ചെയ്ത് വളരുന്ന ഒരു പാത്തോജനാണ്. അപ്പം അവനെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന്
തളർത്താൻ പറ്റുന്ന ഒരു ഓർഗാനിസും ഇല്ലെങ്കിൽ അവർ കയറി അങ്ങ് വളരും, ആ ചെടിയെ മൊത്തം നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫംഗസിനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേനും ഈ ഫംഗസ് ഇപ്പം ചില സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ആകാം, അല്ല എന്തെങ്കിലും കെമിക്കൽസ് ആവാം. ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ആ ഫിസേറിയം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് പയ്യെ അവന് വളരാൻ പറ്റാണ്ടാവും അവിടെ. ആ ഒരു എൻവയൺമെൻറ്റുമായിട്ട് ആ ഒരു ഫംഗസിന് വളരാൻ പറ്റത്തില്ല. മീൻസ് അവന് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ആകുമ്പോഴത്തേനും അതിൻ്റെ ഗ്രോത്ത് പയ്യെ കുറയാൻ തുടങ്ങും. അത് അൾട്ടിമേറ്റ്ലി അത് ഇല്ലാണ്ടാവും. അതാണ് ഇതിൻ്റെ ആക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഹാർസിയാനം അടുത്ത സ്പീഷീസാണ്. അപ്പം കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഡാർക്ക് ഗ്രീൻ ആണ്, ഇതൊരു ലൈറ്റ് ഗ്രീനാണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു അസോസിയേഷൻ, ഇതിനെ കമ്പൈൻ ചെയ്താണ് നിങ്ങൾ ഫീൽഡിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇവർ രണ്ടും ഒരുമിച്ച് വളരും, ഒരു പ്രശ്നവുമില്ല. അപ്പം അത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേനും അവിടെ എഫക്റ്റ് കൂടുക ആ ഫീൽഡിലേക്ക് എത്തുമ്പോൾ. പിന്നെ അടുത്ത ഓർഗാനിസമാണ് പാസിലോമൈസിറ്റ്സ് എന്ന് പറയും. അപ്പം ഇതിൻ്റെ ഒരു സ്ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ് ഇതിനുള്ളത്. ഈ ഓർഗാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത് നിമാവിരകൾക്കെതിരാണ്, നെമറ്റോഡ് എന്ന് പറയും. മീൻസ് അതൊരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു പാത്തോജനാണ്. അപ്പം നിമാവിര തന്നെയല്ല, വേറെ പാത്തോജൻസും ഉണ്ട്. അതിനൊക്കെ നമ്മൾ പാസിലോമൈസിറ്റ്സ് യൂസ് ചെയ്യും. ഇപ്പം ഇതിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, നിമാവിര എന്ന് പറയുന്നത് പലതരമുണ്ട്. ബോറേഴ്സ് ഉണ്ട്, എന്ന് വെച്ചാൽ ചെടിയുടെ റൂട്ട്, ചെടിയുടെ വേര്, അല്ലെങ്കിൽ അവിടെ തട്ടയല്ല സ്റ്റെം, അവിടെ വന്ന് ഇങ്ങനെ ബോർ ചെയ്ത് ആ ചെടിയുടെ റൂട്ട് മൊത്തം തിന്നു തീർക്കും. അങ്ങനത്തെ ഉണ്ട്. പിന്നെ ബോർ ചെയ്ത് തുറന്നകത്ത് കയറുന്ന നെമറ്റോഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള പലതരം നെമറ്റോഡ്സിന് എതിരായിട്ട് നമ്മൾ പാസിലോ യൂസ് ചെയ്യും. മീൻസ് ആ നെമറ്റോഡ്സിൽ ഈ പാസിലോ ചെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടാക്കും. അങ്ങനെ ആ ഒരു നെമറ്റോഡിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, വളരാൻ പറ്റത്തില്ല. ഇങ്ങനെ അത് അവിടെ ചത്തുപോകും. അതാണ് പാസിലോമൈസിറ്റ്സിന്റെ ആക്ടിവിറ്റി. ഇത് വെർട്ടിസീലിയമാണ്. അതുപോലെ തന്നെ ഇത് വിവേറിയ. ഇത് അടുത്ത രണ്ട് ബയോ കൺട്രോളിങ് ഏജൻസ് ആണ്. നമ്മളവിടെ കണ്ടപോലെ തന്നെ ട്രൈക്കോഡെർമ, പാസിലോമൈസിസ്. അതിൻ്റെ തന്നെ പോലെ തന്നെ മീഡിയയിലുള്ള ഗ്രോത്താണിത്. ഇത് വിവേറിയ നമ്മുടെ പിണ്ടിപ്പുഴുവില്ലേ അതിനെതിരെയും അതുപോലെ തന്നെ വൈറ്റ് ഫ്ലൈ അതിനൊക്കെ എതിരെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത ഓർഗാനിസമാണ് വെർട്ടിസീലിയം. ഇപ്പം ഇതുപോലെ ഈ ഓർഗാനിസത്തിനെല്ലാം വിളിക്കുന്നത് എൻഡമോ പാത്തോജനിക് ഫംഗസ് എന്നാണ്. എൻഡമോ പാത്തോജനിക് എന്ന് പറയുമ്പം പാത്തോജൻ്റെ ബോഡിക്കുള്ളിൽ കയറി അവിടെ ഡിസീസ് ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ എൻഡമോ പാത്തോജനിക് ഫംഗസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരെണ്ണമാണ് വെർട്ടിസീലിയം. ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് ഇപ്പം ഏല കർഷകരായതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ചൊറിക്ക. ഈ ഏലക്കയിൽ ഭയങ്കര ചൊറിയായിരിക്കും. അപ്പം ആ ചൊറി ഉണ്ടാകുന്ന ആ ഒരു റീസൺ ആ ഒരു പെസ്റ്റാണ്. അപ്പോൾ പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വെർട്ടിസീലിയം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പല തരം വണ്ട് ഗണത്തിൽപ്പെടുന്ന പല പെസ്റ്റുകളുണ്ട്. ആ പെസ്റ്റിനെല്ലാം വെർട്ടിസീലിയം കൺട്രോൾ ചെയ്യും. വെച്ചാൽ പെസ്റ്റിനെയാണ്, നല്ല ഓർഗാനിസത്തിന് എതിരായിട്ട് ഇവർ ആക്ഷൻ നടത്തത്തില്ല. പെസ്റ്റായിട്ടുള്ള ഏതൊക്കെയാണോ അതിനെതിരായിട്ടായിരിക്കും ഇവരുടെ ആക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു ഓർഗാനിസത്തിൻ്റെ പേരാണ് മെറ്റാറൈസിയം. അപ്പോൾ ഇത് ട്രൈക്കോയെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്രീൻ കളറായിരിക്കും ഈ ഓർഗാനിസത്തിന്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ കൂടുതൽ ഈ ഒരു ഫംഗസിനെ നമുക്ക് കാണാൻ പറ്റും. മീൻസ് മണ്ണിൽ വൈഡ് സ്പ്രെഡായിട്ട് ഈ ഒരു ഫംഗസ് ഉണ്ട്. അപ്പം അതിൻ്റെ പെസ്റ്റ് കൺട്രോൾ അതുപോലെയാണ്. മീൻസ് മണ്ണിൽ ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു മണ്ണെടുത്ത് ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്താലും ഈ മെറ്റായി ഞങ്ങൾക്ക് കിട്ടും, മെറ്റാറൈസ്യത്തിന് കിട്ടും. അപ്പം ഇതിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ചാണകപ്പുഴു പോലുള്ള അങ്ങനത്തെ പെസ്റ്റിനെയൊക്കെ ഡിസീസ് ഉണ്ടാക്കി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മീൻസ് അതിൻ്റെ പാരലൈസ് ആക്കിയിട്ട് അതിനെ കില്ല് ചെയ്ത് കളയുവാണ്. അപ്പോൾ ഈ മെറ്റയും ഭയങ്കര ബെനഫിഷ്യലാണ്. കാരണം ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് പെസ്റ്റിനെ മെറ്റ ഓൾമോസ്റ്റ് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് ഗ്രോത്തിനെ. മണ്ടരി പോലുള്ള പെസ്റ്റിനെയൊക്കെ ആണ് ഏറ്റവും കൂടുതലായിട്ട് മെറ്റ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളതിൻ്റെ ലാർവൽ സ്റ്റേജിനെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി അതിനെ കില്ല് ചെയ്ത് കളയും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഷെയ്ക്കറിൻ്റെ സ്പീഡ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഒരു സ്പീഡിൽ ഞങ്ങൾ ഓവർനൈറ്റ് വെച്ചിട്ട് പോകും. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ കണ്ടോ മീഡിയം ഇങ്ങനെ മിക്സ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുക. അപ്പം അവിടെയുള്ള നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത ഓർഗാനിസത്തിന് കംപ്ലീറ്റ് ആയിട്ട് അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് വളരാൻ സാധിക്കും. ഒരുപാട് ടൈമില്ല.
മീൻസ് സാധാരണ ബാക്ടീരിയയുടെ ഒക്കെ കേസിലാണെങ്കിൽ ഇൻക്യുബേറ്റർ വെച്ചിട്ട് നേരെ ഷേക്കറിലേക്ക് അടുത്ത ദിവസം പോകുന്നത്. 24 hours കഴിഞ്ഞിട്ട് ഷേക്കറിൽ ഒരു ദിവസം വെക്കും. അപ്പം ഷേക്കറിൽ ഒരു 24 hours കൂടെ കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ് ഗ്രോത്ത് ആകും അതിൽ. എന്നിട്ട് അതാണ് ഞങ്ങൾ പിന്നെ അടുത്ത വലിയ ഫ്ലാസ്കിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. ആ, ഇതാണ് ലാമിനർ എയർ ഫ്ലോ. ഇവിടെയാണ് ഇത് നമ്മൾ ഫംഗസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫംഗസിനെ നമ്മൾ ഇനോക്കുലേറ്റ്, അതായത് അതിൻ്റെ ഗ്രോത്ത് നമ്മൾ കണ്ടുപോലെ PDA പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാർ മീഡിയം പ്രിപ്പയർ ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മൾ അതിന് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ലൂപ്പുണ്ട് ഓരോ ഫംഗസിനും. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളിതിൽ അപ്പോൾ ഇതിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ഒരു ഓർഗാനിസവും നമ്മുടെ ഈ ഒരു ഓർഗാനിസത്തിനെ എഫക്റ്റ് ചെയ്യത്തില്ല. കാരണം കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കാണുന്നത് ഹെപ്പ ഫിൽറ്റർ എന്ന് പറയും. ഇതൊരു ഫിൽറ്ററാണ് ഈ കാണുന്നത്. അപ്പം ഈ വെളിയിലുള്ള എയറിനെ അകത്തോട്ട് വലിച്ചെടുത്തിട്ട് അവിടുന്ന് ഫിൽറ്റർ ചെയ്ത് വരും. ഈ ഒരു ഫിൽറ്ററിൻ്റെ പേര് ഹെപ്പ എന്ന്, ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് ഫിൽറ്റർ. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഹെപ്പ. അപ്പോൾ ഇത് 0.25 നാനോമീറ്റർ ആ ഒരു കപ്പാസിറ്റിയിലാണ് എയറിനെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയ്ക്കോ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസിന് പോലും ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് പ്രഷർ ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ ഒരു നല്ല പ്രഷറിലാണ് എയർ ഇങ്ങനെ പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ നിന്നുള്ള ബാക്ടീരിയസ് മീൻസ് ഇപ്പം ഇങ്ങനെ ഇരുന്നാൽ ഞങ്ങളിവിടെ പെർഫോം ചെയ്യുന്നത് ഇങ്ങനെ വെച്ച്. അപ്പോൾ ഇവിടെ നിന്നുള്ള ബാക്ടീരിയയ്ക്കൊന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. മീൻസ് ഇത് ഞങ്ങൾ ആദ്യം IP വെച്ച് ആൽക്കഹോൾ വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് ഇത് അടച്ചിട്ട് ഞങ്ങൾ UV ഇടും. UV അതൊരു 15 to 20 minutes ഞങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ഇവിടെ പെർഫോം ചെയ്യും. മീൻസ് ഞങ്ങൾ ആ ട്യൂബ് കാണിച്ചില്ലേ, ട്യൂബ് പ്ലേറ്റ് അതെല്ലാം ചെയ്യുന്നത് ഇവിടെ ഇരുന്ന. പിന്നെ ചെറിയ ഫ്ലാസ്ക്, ആ ഫ്ലാസ്കിലേക്കൊക്കെ ഞങ്ങൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇരുന്ന. ഈ ഒരു ലാഫിനകത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, ഇനോക്കുലേഷൻ ലൂപ്പ് എന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു സാധനമാണിത്. ഇപ്പോൾ ഓരോ ഓർഗാനിസത്തിനും ഓരോ ലൂപ്പുണ്ട് ഇതുപോലെ. അപ്പോൾ ഈ ലൂപ്പ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടാണ് അതുപോലെ ലൈൻസ് വരച്ചത്. ഇത് പിന്നെ ബേർണറുണ്ട്. ആ ബേർണറിൽ ഞങ്ങളിത് സ്റ്റെറിലൈസ് ചെയ്യും. ഇവിടം വരെ ആ ബേർണർ കത്തിച്ചിട്ട് റെഡ് ഹോട്ടാക്കും. ഇത് ഫുൾ റെഡ് കളറിലാവും. എന്നിട്ട് അത് കൂൾ ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും. അങ്ങനെ കണ്ടാമിനേഷൻ ഫ്രീ ആയിരിക്കും. രാസവളവും രാസകീടനാശിനികളും ഏത് സമയവും നമുക്ക് മണ്ണിൽ പ്രയോഗിക്കാം. പക്ഷേ ജൈവിക മാർഗത്തിൽ നമ്മൾ കൃഷി നടത്തണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് മണ്ണിന് ഈർപ്പവും വേണം, ജൈവ സമ്പുഷ്ടമായ മണ്ണുമായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഉള്ള ആർക്കും ഈ ജൈവ കൃഷിയിലേക്ക് തിരിയാവുന്നതാണ്. അവർക്ക് ഉടനെ തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ടും കിട്ടുന്നതായിരിക്കും. കാര്യം രാസരീതിയിൽ കാണുന്നതിനേക്കാൾ അല്പം കൂടി സമയം എടുക്കുന്നേ ഉള്ളൂ. ഈ മണ്ണിൽ ഈ ജീവാണുക്കളൊന്ന് ചൂടുറപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയായി. അപ്പോൾ മണ്ണിൽ ചെടികൾക്ക് ലഭ്യമല്ലാത്ത അനേകം ധാതു ലവണങ്ങളുണ്ട്. ഉദാഹരണത്തിന് NPK, നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതാണ് ഏറ്റവും ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ. ഒപ്പം തന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയും. അത് സൾഫർ, കാൽസ്യം, മഗ്നീഷ്യം. ഇത് പിന്നെ ട്രേസ് എലിമെൻറ്റ്സ് എന്ന് പറയും. അത് മാംഗനീസ്, ബോറോണ്, സിങ്ക്, മോളിബിഡ്നം, അയൺ, കോപ്പർ. ഇതെല്ലാം ചെടികൾക്ക് ലഭ്യമാക്കാനായിട്ട് ഈ ജീവാണുക്കൾ കൊണ്ട് സാധിക്കും. കാര്യം ഇത് മണ്ണിൽ പ്രവർത്തിക്കുക വഴി ഇതൊരു ഓർഗാനിക് ആസിഡ് ഉണ്ടാക്കും. ആ ഓർഗാനിക് ആസിഡിൽ ഈ മൂലകങ്ങൾ ലയിക്കും. ലയിച്ചു കഴിഞ്ഞാൽ അത് ഈസിയായിട്ട് വേരിന് അത് ആഗിരണം ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ എന്തൊക്കെ കൃഷിയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ വരിക? ഈ ഏലം ആണോ അതോ എല്ലാത്തിനും നമ്മൾ എല്ലാ ടൈപ്പ്
കൃഷികൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏലം മാത്രമൊന്നുമല്ല ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന കൃഷി സമ്പ്രദായം. നമുക്ക് ഈ മേഖലയിലെ മണ്ണെന്ന് പറയുന്നത് എന്തിനും പര്യാപ്തമാണ്. എന്ത് കൃഷിയും ചെയ്യാം. വനില ചെയ്യാം, കുരുമുളക് ചെയ്യാം, ഏലം ചെയ്യാം, പച്ചക്കറികൾ ചെയ്യാം, ഫല വൃക്ഷങ്ങൾ ചെയ്യാം, സ്പൈസസ്, ജാതി, ഗ്രാമ്പു, കറുവാപ്പട്ട, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഏലത്തിനാണ് ഇവിടെ ഒരു നാണ്യവിള എന്നുള്ള രീതിയിൽ ഒരു മുന്തിയ വില ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുകിട കൃഷിക്കാരും വൻകിട തോട്ടക്കാരും എല്ലാം ഏലകൃഷിക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കാരണമുള്ളത്, ഈ ചോദ്യം വളരെ സാങ്കത്യം അർഹിക്കുന്നതാണ്. ഏലകൃഷിയോളം നമ്മൾ ചെയ്യുന്ന പരിചരണത്തോട് ഇത്രയും പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന സംവേദനക്ഷമതയുള്ള മറ്റൊരു കൃഷിയും നമുക്കില്ല. കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഏലം അത് സ്വീകരിക്കുക. അത് പോസിറ്റീവായിട്ടാണേലും നെഗറ്റീവായിട്ടാണേലും. ഇപ്പോൾ ഏലകൃഷി നശിക്കാനും അധികം സമയം വേണ്ട, മെച്ചപ്പെട്ട് വരാനും അധികം സമയം വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ ഏലകൃഷിയിൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു വിതിൻ രണ്ടാഴ്ച 2 വീക്സിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. എന്നിരുന്നാലും കുരുമുളക് കൃഷിയെയും ഒക്കെ നമ്മൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഒരു 20 വർഷം മുമ്പ് വാനില കൃഷി ഇവിടെ സജീവമായിട്ട് വന്നിരുന്നു. ആ വാനില എല്ലാം ഒരു പ്രത്യേക ഒരു രോഗം വന്നു, ഫിസേറിയം ഫൈറ്റോത്തോറ, ഈ 2 രോഗങ്ങൾ കൊണ്ട് വാനില കൃഷി ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയി. പക്ഷേ ഞാൻ അതിനെ നോക്കിക്കാണുകയാണ്. വാനിലയ്ക്ക് ഇവിടെ ഒരു അവസരമുണ്ട്. വാനില കൃഷി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഏലകൃഷിയോളൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വാനില. അത് നമ്മൾ മുമ്പോട്ട് ലക്ഷ്യം വയ്ക്കുന്ന ഒരു കൃഷി സമ്പ്രദായമാണ്. ഞാൻ പല കൃഷിക്കാരോടും പറയാറുണ്ട്, വാനില നമുക്ക് ചെയ്തു തുടങ്ങണം. അതിനുള്ള പ്രതിവിധികൾ ഈ ലാബ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കും. ഇത് ലാബിൽ നിന്ന് ഫീൽഡിലേക്ക്, അതായത് ഇതിനിടയ്ക്കൊരു ഇടത്താവളമില്ല. കൃഷിക്കാരാവശ്യമുള്ളവർ ഇവിടെ വരിക, അതിനെ ഏറ്റവും ഫ്രഷായിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നു. ഇതൊക്കെ ഫ്രഷായിട്ട് ചെയ്യുന്നതിലാണ് അതിൻ്റെ വിജയം. കാര്യം അതിനെ ഞങ്ങൾ സെൽ കൗണ്ട് എന്നൊക്കെ പറയും. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്യൂഡോമോണസ് നിങ്ങൾ ലാബിൽ കാണുകയുണ്ട്. സ്യൂഡോമോണസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അതിൻ്റെ ഒരു സെൽ കൗണ്ട്, അത് ഏറ്റവും വർദ്ധിച്ച അളവിൽ ആ സെൽ കൗണ്ട് ഉണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് രോഗത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ഈ സ്യൂഡോമോണസ് ഒരു ഷോപ്പിൽ നമ്മൾ ഒരു 2 മാസം 3 മാസമൊക്കെ വെച്ചു, അല്ലെ ഇവിടുന്ന് വേറൊരു ഏരിയയിലേക്ക് നമ്മളത് കൊണ്ടുപോയി അവിടെ അത്ര വെൽക്കമിങ് ആയിട്ടുള്ളൊരു അവസ്ഥയല്ല. ഇപ്പം ഭയങ്കര ചൂടും ഒക്കെ ആണെങ്കിൽ സ്യൂഡോമോണസിൻ്റെ സെൽ കൗണ്ട് താഴേക്ക് പോരും. അപ്പോൾ അങ്ങനെയുള്ള സ്യൂഡോമോണസ് ചെയ്താൽ പെട്ടെന്നൊന്നും നമുക്ക് അതിന് റിസൾട്ട് കിട്ടില്ല. അതേസമയം ഈ ലബോറട്ടറിയിൽ ഫ്രഷായിട്ട് ഏറ്റവും കൂടിയ സെൽ കൗണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്യൂഡോമോണസ് ഉടൻ തന്നെ കൃഷിയിടത്തിലേക്ക് പ്രയോഗിച്ചാൽ എന്ത് രോഗമാണെങ്കിൽ അതിന് പെട്ടെന്ന് പ്രതിവിധി ഉണ്ടാകും. അപ്പോൾ ലാബിൽ നിന്ന് ഫീൽഡിലേക്ക്, അതാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയം. ഒന്നര കിലോ കൊപ്രായ്ക്ക് കൊടുക്കുന്ന വിലയ്ക്ക് അതിൽ ആ 1.5 കിലോ കൊപ്രയുടെ വിലയിൽ താഴെ എണ്ണ കൊടുക്കാനായിട്ട് പറ്റുമോ? ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിച്ചെണ്ണയ്ക്കകത്ത് എവിടെയോ എന്തൊക്കെയോ മറ്റ് എഡിബിൾ ഓയിൽസോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചേരുന്നു എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിങ്ങനെ ഒരു സംരംഭത്തിലേക്ക് പോകാൻ തന്നെ കാരണം.